ഇപ്പോൾ ഐ സി ബാലകൃഷ്ണന്റെ പ്രതികരണം വരുന്നത് അതിലേക്ക് അനന്തൻ മടങ്ങിയെത്താം. തീർച്ചയായിട്ടും ഏതായാലും ചർച്ചകളെല്ലാം പോസിറ്റീവായി തന്നെയാണോ? ഇതുവരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇവിടെയില്ല. അറിയില്ല, നേതാക്കളില്ല. അവരുടെ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരൊക്കെ കൂടിയാണല്ലോ ചർച്ച നടത്തുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയുണ്ട്, സന്തോഷമുണ്ട്, പ്രതീക്ഷകളൊക്കെ വാനോളമാണ്. പക്ഷേ എല്ലാ ഘടകങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പേരുറപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഐ സി ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തല ഏറ്റവും അടുപ്പക്കാരനാണ്. അപ്പോൾ ആ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച 2 പേരുകളിൽ ഒന്ന് അൻവർ സാദത്തിൻ്റെയും ഐ സി ബാലകൃഷ്ണൻ്റെയും പേരുകളാണ്. അതിൽ ആർക്കായിരിക്കും നറുക്ക് വീഴുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹരികൃഷ്ണനിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആളുകളൊക്കെ തന്നെ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കൂടിക്കാഴ്ചകളൊക്കെ എത്രത്തോളം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. രമേശ് ക്യാമ്പിൻ്റെ ആ ഒരു പ്രതീക്ഷ എന്താണ്? രമേശ് ചെന്നിത്തല ആഭ്യന്തരം ഉറപ്പിക്കുമ്പോൾ ഇനി ആര് രമേശ് ക്യാമ്പിൽ നിന്നും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തും? അത് 1 ആണോ 2 ആണോ? എന്താണ് ഇനി അടുത്ത ഘട്ടത്തിൽ ഉള്ള ആകാംക്ഷ? പ്രതീക്ഷ ഇതുവരെ പ്രതികരിച്ച നേതാക്കളിൽ നിന്നും MLA-മാരിൽ നിന്നും ഇപ്പോൾ ഐ സി ബാലകൃഷ്ണനിൽ നിന്ന് നമുക്ക് കേട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ അദ്ദേഹം മന്ത്രിസഭയിലേക്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞു. താങ്കളുടെ ലീഡർ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും എന്നുള്ള ഒരു വരി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതുവരെ പുറത്തിറങ്ങിയതിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു MLA എന്ന് പറയുന്നത് ഐ സി ബാലകൃഷ്ണനാണ്. അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. 2 കാലോട് കൂടിയാണ് അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചതിന് ശേഷം പോയത്. മാത്രമല്ല, ആ ഒരു കൂടിക്കാഴ്ച നടക്കുന്നതിനിടയിലാണ് KC വേണുഗോപാൽ എത്തി. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള കൂടിക്കാഴ്ച അവിടെ നടന്നത്. അതിനുശേഷം KC മടങ്ങിയതിന് ശേഷമാണ് ഐ സി ബാലകൃഷ്ണൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമുള്ള ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇതിൽ 4 പേരുടെ പേരുകളാണ് പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 പേരാണ് അൻവർ സാദത്തും ഐ സി ബാലകൃഷ്ണനും. ആർക്കാണ് പ്രഥമ പരിഗണന എന്ന് ചോദിച്ചാൽ അത് അൻവർ സാദത്തെന്ന് പറയേണ്ടി വരും. ഏതോ ഐ സി ബാലകൃഷ്ണന് നറുക്ക് വീഴുമോ എന്നുള്ളത് ഇനി അറിയേണ്ടതാണ്. അത് പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. ശരി, TS ഹരികൃഷ്ണ വിവരങ്ങൾ നൽകി. ആനന്ദകൃഷ്ണൻ ചേരുന്നുണ്ട്. ഒരിക്കൽ കൂടി അനന്തൻ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന സമയത്താണ് ഐ സി ബാലകൃഷ്ണന്റെ പ്രതികരണം വന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഉറപ്പാക്കിയ പേരുകൾ പ്രകാരം 6 പേരാണ്. അതിൽ വലിയ കൗതുകം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ആരുടെയും പേരുകൾ കടന്നു വരുന്നില്ല. ഇനി പക്ഷേ ചില ട്വിസ്റ്റുകൾ സംഭവിക്കാൻ ഇടയുണ്ടോ? പലരും പരിഗണിക്കപ്പെടുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന ആളുകൾ ആ സാധ്യതാ പട്ടികയിൽ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നേരത്തെ തന്നെ ഉറപ്പായും ആരൊക്കെ എന്ന് നമ്മൾ കണക്കുകൂട്ടിയ പേരുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ സാധ്യത ഈ ഉറപ്പിച്ച പട്ടികയിൽ 6 പേരുടെ പട്ടികയിൽ വന്നത്. അതിൽ ചാണ്ടി ഉമ്മൻ ഏതായാലും അദ്ദേഹത്തെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി, മാത്രമല്ല ഉമ്മൻചാണ്ടി എന്ന സെന്റിമെന്റ്സ് നിലനിൽക്കുന്നു. അങ്ങനെ പല ഘടകങ്ങൾ ചാണ്ടി ഉമ്മന് ഗുണകരമായി. മാത്രമല്ല KC വേണുഗോപാലിനെ പിന്തുണച്ചവർക്ക് കുറച്ച് അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് മുൻഗണന ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല A ഗ്രൂപ്പിന് ഒറ്റ പേരെ ആദ്യം മുന്നോട്ട് വെക്കാനുള്ളത് PC വിശ്വനാഥിന്റെ പേരാണ്. അതുകൊണ്ട് PC വിശ്വനാഥ് ആദ്യമേ തന്നെ മന്ത്രിപ്പട്ടികയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. KPC പ്രസിഡന്റ് മാറി നിൽക്കാൻ കഴിയില്ല, അദ്ദേഹവും മന്ത്രിപ്പട്ടികയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് സാധ്യതാ പട്ടികയിൽ ഉള്ളത് ഷാനിമോൾ ഉസ്മാൻ അടക്കം ഈ വനിതകൾ കൂടുതലായിട്ട് വരുമോ? ബിന്ദു കൃഷ്ണയുടെ പേര് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോൾ VD സതീശനാണ് തൻ്റെ മന്ത്രിസഭയ്ക്കൊരു വ്യത്യസ്തത വേണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചാൽ ഇപ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരുടെ ഒരു പട്ടിക തന്നെ ഈ മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ VD സതീശന്റെ ഒരു താല്പര്യം അതിനകത്ത് ആ രീതിയിലുമുണ്ട്. ചെറുപ്പക്കാർ വേണം, സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടുതലായിട്ട് വേണം എന്നൊക്കെയുള്ളത്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ടോ അമൽ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി കൂടുതൽ അപ്രതീക്ഷിതമായ ആരെങ്കിലും കയർന്നു വരാനുള്ള സാധ്യത? ഞാൻ പ്രാപ്തനല്ല. ഞാൻ അദ്ദേഹത്തെ കാണാൻ ഇന്നലെ മുതൽ ശ്രമിച്ചു. ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഇപ്പോൾ വന്ന് കണ്ടു, അത്രേ ഉള്ളൂ. അല്ലല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പ്രാപ്തനല്ല. അതിന് മീഡിയേറ്റ് ചെയ്യാനും ഞാൻ ആളല്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി കാണാനെത്തി, അതേ ഉള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം അർഹനാണ്. ഈ കോൺഗ്രസിന് പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. ആ നിലയിൽ ഈ സംവിധാനത്തിൻ്റെ പ്രധാന വ്യക്തികളിലൊന്നാണ്. ആ നിലയിൽ ഒരുമിച്ച് തന്നെ എല്ലാവരും പോകും. ഷിബു ബേബി ജോൺ രമേശ് ചെന്നിത്തലയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് ചുരുക്കം വാക്കുകളിലൂടെ പ്രതികരിക്കുകയായിരുന്നു. അനന്തൻ, തുടരാം. നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇനി അടുത്തത് ആരൊക്കെ എന്നുള്ളതാണ്.
അത് അമൽ പറഞ്ഞു വരികയായിരുന്നു. അമൽ എന്തോ അതിനകത്തൊരു പ്രത്യേകതകൾ കൂടി എന്തായിരുന്നു അമൽ പറഞ്ഞു വന്നത്? അതായത് ഈ ഇപ്പോഴുള്ള പട്ടിക പരിശോധിച്ചാൽ ഇപ്പോൾ നമ്മൾ സണ്ണി ജോസഫ് ഫ്രഷ് മന്ത്രിയാണ്. കെ മുരളീധരൻ കുറച്ചു കാലം അന്നറിയാലോ, അന്ന് വന്ന് ഇരിക്കാനുള്ള സമയം കിട്ടില്ല, കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തോറ്റുപോയി. അപ്പോൾ അന്ന് അങ്ങനെ വടക്കാഞ്ചേരിയിൽ തോറ്റു. കെ മുരളീധരനും ഒരു കണക്കിന് പറഞ്ഞാൽ ഫ്രഷാണ്. PC വിഷ്ണുനാഥ് പുത്തൻ മന്ത്രിയാണ്, സഭയിലെ കുറേ കാലമൊക്കെ ഇരിക്കുന്നുണ്ട്. M ലിജു ആദ്യമാണ് ജയിക്കുന്നത് എങ്കിലും സംഘടനാ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമൊക്കെ ലിജുവിനുണ്ട്. ചാണ്ടി കഴിഞ്ഞ തവണ ജയിച്ചു, ഇപ്പോൾ വീണ്ടും ജയിക്കുകയാണ്. ഫ്രഷാണ്, 5 പേരും ഫ്രഷാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ബിന്ദുകൃഷ്ണ വന്നാൽ ബിന്ദുകൃഷ്ണയും അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതിനകത്ത് രണ്ട് പേരുകളെ പഴയ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. AP അനിൽകുമാർ ഉണ്ടെങ്കിൽ AP അനിൽകുമാർ, അല്ലെങ്കിൽ തിരുവഞ്ചൂർ സ്പീക്കർ ആവുകയാണെങ്കിൽ പഴയ മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരാൾ മാത്രം. ശക്തൻ വരികയാണെങ്കിൽ ശക്തൻ ഒരു മുതിർന്ന ആളായിട്ട് മന്ത്രിസഭയിൽ ഉണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് എത്ര പേർ വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മന്ത്രിമാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരു ജില്ലയായി തിരുവനന്തപുരത്ത് ആരെ ഒഴിവാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ M വിൻസെന്റിന് വേണ്ടി പാപ്പനംകോട് ബസ് സ്റ്റാൻഡിലും സെൻട്രൽ വർക്ക്ഷോപ്പിലും ഒക്കെ ഗതാഗത മന്ത്രി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലെക്സ് ആണ് ഇപ്പോൾ ഈ സമയത്ത് ഉയർന്നിരിക്കുന്നത്. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂടുതൽ ആരെങ്കിലും CP ജോൺ ഉറപ്പായിട്ടും മന്ത്രിയാണല്ലോ. അപ്പോൾ CP ജോൺ വരുമ്പോൾ തിരുവനന്തപുരത്ത് കെ മുരളീധരൻ, CP ജോൺ, N ശക്തൻ, അപ്പോൾ എത്ര പേരായി? വിൻസെന്റിനെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളായി. മന്ത്രി വണ്ടികളായിരിക്കും തലങ്ങ് ടൗണിൽ ഓടാൻ പോകുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത കാണുന്നില്ല. ഇനിയിപ്പോൾ ഒരാളും കൂടി വന്നാലേ ഉള്ളൂ. അതായത് TJ വിനോദിനെ അവിടെ നിന്നും പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ വിൻസെന്റിനുള്ള സാധ്യത കുറയും. TJ വിനോദിനെ എറണാകുളത്തു നിന്നും ഒരുപക്ഷെ പരിഗണിച്ചേക്കാം എന്നുള്ളതാണെങ്കിൽ ലത്തീൻ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നുള്ളൊരു പ്രശ്നം നിൽക്കുകയാണ്. ലത്തീൻ വോട്ട് ഇത്തവണ N ബ്ലോക്ക് UDF വന്നിട്ടുണ്ട് എന്നാണ് UDF കരുതുന്നത്. ഷിയാസിന്റെ വിജയം പോലും ലത്തീൻ വോട്ട് അതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മന്ത്രിയെ കൊടുക്കാനുള്ള സാധ്യത. രമേശ് ചെന്നിത്തലയുടെ ഒരു ആവശ്യം അദ്ദേഹത്തിന് ആഭ്യന്തരം വേണമെന്നുള്ളതായിരുന്നു. അതിന് അനുമതി ഇപ്പം KC പറഞ്ഞത് RC എന്താഗ്രഹിച്ചോ അത് നടക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതാണ് ആ വകുപ്പിൽ ഉറപ്പിച്ചാണ് ഈ നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം രമേശ് ചെന്നിത്തലയുടെ കൂടെ ഒരാൾക്കല്ലേ സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ വിനോദിന് എത്രത്തോളം സാധ്യത വരാനുള്ള സാധ്യത? ഒരുപക്ഷെ അങ്ങനെ വിനോദിനെ പരിഗണിക്കുകയാണെങ്കിൽ അൻവർ സാദത്തിന്റെയും IC ബാലകൃഷ്ണന്റെയും സാധ്യതകൾ മങ്ങുകയാണ്. അൻവർ സാദത്തിന്റെ സാധ്യത മങ്ങും, അല്ലെങ്കിൽ ICയുടെ സാധ്യത മങ്ങും. ഇപ്പോൾ ICയുടെ കാര്യം പറയുമ്പോൾ T സിദ്ദിഖ് അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ പിന്നെ ICയുടെ സാധ്യത അവിടെ അടഞ്ഞു. പക്ഷേ സിദ്ദിഖില്ല എങ്കിൽ ST വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പട്ടികയിൽ ഒരാളുമില്ല. ഇവിടെ AP അനിൽകുമാർ വരികയാണെങ്കിൽ പോലും അത് SC സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ST വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ICക്കുള്ള സാധ്യത അവിടെയുണ്ട്. അല്ല എങ്കിൽ ഈ വിൻസെന്റിനെ പരിഗണിക്കുന്നതിനും TJ വിനോദിനെ പരിഗണിക്കുന്നതിനും അൻവർ സാദത്തിനെ പരിഗണിക്കുന്നതിനും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്. അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബ് സ്വാഭാവികമായും അവിടെ നിന്ന് മന്ത്രിയായി എത്തും. പിന്നീട് പറയുന്ന ഒരു പേര് കൂടി അവിടെ നിന്നും വരുമോ? എറണാകുളം വലിയ സംഭാവന UDFന്റെ ഈ 102 സീറ്റുകളിൽ നൽകിയൊരു ജില്ലയാണ്. അതോടൊപ്പം തന്നെ അബ്ദുൽ ഗഫൂറിന്റെ പേര് പറയുന്നുണ്ട് കളമശ്ശേരിയിൽ. അങ്ങനെ വരുമ്പോൾ ഒരു ജില്ല അബ്ദുൽ ഗഫൂറിനെ കൊടുക്കണമെന്നുള്ളത് ലീഗിനകത്ത് വലിയ താല്പര്യമാണ്. കാരണം മലബാറിൽ നിന്ന് മാത്രമാകും. അപ്പോഴാണ് PK ബഷീറിന്റെയും ഷാജിയുടെയും കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ AK അഷ്റഫോ അല്ലെങ്കിൽ പാറക്കൽ അബ്ദുള്ളയോ ആ 2 പേരുകൾ വരുമ്പോൾ PK ബഷീറിനും KM ഷാജിക്കുള്ള സാധ്യത. ഏറ്റവും ഒടുവിലാണ് ലീഗിനകത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത് നേരത്തെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 2 പേരുകളിൽ ഒരാൾ ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അബ്ദുൽ ഗഫൂർ മലബാറിന് പുറത്തുള്ള ഒരു ആൾ എന്ന നിലയ്ക്ക് പരിഗണന കിട്ടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ അമൽ നമ്മൾ പറഞ്ഞു വരുന്നു. അതായത് ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഇപ്പോൾ ലീഗിന് 5 മന്ത്രിമാരെ എന്തായാലും കൊടുക്കും. 5 മന്ത്രിമാരുടെ പട്ടികയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ബാക്കി ഈ ഒറ്റ MLA-മാരുള്ള കക്ഷികളുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കിലേക്ക് വരുമ്പോൾ അനൂപ് ജേക്കബും മാണി സി കാപ്പനും പങ്കിട്ടെടുക്കേണ്ടി വരുമോ? അപ്പോൾ 2 പേരും രാവിലെ പറഞ്ഞത് ഇപ്പോൾ അനൂപ് ജേക്കബ് അവർക്ക് ഒരു പരമ്പരാഗതമായ മന്ത്രിസ്ഥാനം ഉള്ളവരാണ് ജേക്കബിന്റെ കാലം മുതൽ. മാണി സി കാപ്പൻ രാവിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു 5 വർഷം തികയ്ക്കുന്ന ഒരു പരിപാടി മതി എനിക്കെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അവരെ 2 പേരെയും ടേം വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ ഒരു എതിർപ്പൊക്കെ വരുമോ അതിനകത്ത്? അതായത് സ്വാഭാവികമായും ആഗ്രഹിക്കാം. പക്ഷേ ഈ റിസൾട്ട് വന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷ സർക്കാർ LDF അല്ലെങ്കിൽ പിണറായി സർക്കാർ ഞങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തലയ്ക്ക് പ്രധാനപ്പെട്ട വകുപ്പ് അതായത് ആഭ്യന്തര വകുപ്പ് നൽകിക്കൊണ്ട് തീരുമാനം VD സതീശനെ എടുക്കുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട പൊതുഭരണ വകുപ്പിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട വകുപ്പ് എന്നത് പ്രതീക്ഷിക്കുന്നത് ധനവകുപ്പിന്റെ കാര്യത്തിലാണ്. ധനവകുപ്പാണ് ഈ VD സതീശൻ മന്ത്രിസഭയിലേക്ക് എത്തുകയല്ലേ മുഖ്യമന്ത്രി ആയില്ലെങ്കിലോ നൽകാൻ കഴിയുന്ന വകുപ്പ് എന്ന് എല്ലാവർക്കും അറിയാം. ആ മേഖലയിലുള്ള മേന്മയും അറിയാം. അപ്പോൾ അത് ഏറ്റെടുക്കാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും ചർച്ചകൾ നടന്നോ? ധനവകുപ്പ് VD സതീശനിലേക്ക് തന്നെ വരുമോ അതോ ആരെങ്കിലും ആയിരിക്കുമോ? പ്രതീക്ഷ രാവിലെ മുതൽ ആ ഒരു ചർച്ചകൾ സജീവമായിരുന്നത് അങ്ങനെയാണ്.
രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം അതിന് തയ്യാറാവണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ വേണം എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിൽ മഞ്ഞുരുകാനായിരുന്നു വലിയ പ്രയാസം. ആ സമയത്ത് വി.ഡി. സതീശനും കൂടി ഒരു ഉപാധി മുന്നോട്ട് വെക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകുകയാണെങ്കിൽ, കാരണം ആഭ്യന്തര വകുപ്പ് കൈമാറുന്നതിൽ വി.ഡി. സതീശന് ഒരു താല്പര്യവുമില്ലായിരുന്നു. മുഖ്യമന്ത്രി തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് വി.ഡി. സതീശൻ ഉള്ളത്. അതിപ്പോഴും അതിനകത്തൊരു അയവ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ചത് എന്നുള്ളത് ഇനിയും അറിയാനുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപക്ഷെ ഹോം നൽകുകയാണെങ്കിൽ ധനകാര്യ വകുപ്പ് തൻ്റെ കയ്യിൽ വേണം എന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ വി.ഡി. സതീശന് താല്പര്യമുള്ള വകുപ്പാണ് ധനകാര്യ വകുപ്പ്. അപ്പോൾ അദ്ദേഹത്തിന് ആ വകുപ്പ് കൂടി, പൊതുഭരണ വകുപ്പാണ് മുഖ്യമന്ത്രിക്ക് ഉള്ള മറ്റൊരു വകുപ്പ്. അപ്പോൾ പൊതുഭരണ വകുപ്പ് കൂടാതെ ധനകാര്യ വകുപ്പ് കൂടി വേണം, പ്രധാനപ്പെട്ട ആ വകുപ്പ് കൂടി വേണം എന്നുള്ളൊരു ആവശ്യം വി.ഡി. സതീശൻ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത് വഴങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ മാണി സി കാപ്പൻ ഇവിടേക്ക് കന്റോൺമെന്റ് ഹൗസിലേക്ക് വരികയാണ് ഉഭയകക്ഷി ചർച്ചകൾക്കായി. അവിടെ മാണി സി കാപ്പനും അനൂപ് ജേക്കബും 2.5 വർഷം പങ്കിട്ടെടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് വഴിമാറുമോ എന്നുള്ളതാണ്, അങ്ങനെ അവർ വഴങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും ഉഭയകക്ഷി ചർച്ചകൾക്ക് കന്റോൺമെന്റ് ഹൗസ് വേദിയാകാൻ പോകുന്നു. ഘടകകക്ഷികളുടെ നേതാക്കളൊക്കെ വരികയാണ്. അനൂപ് ജേക്കബ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ മാണി സി കാപ്പൻ, ഒരുപക്ഷെ അനൂപ് ജേക്കബ് ഇവിടെ ഉള്ളപ്പോൾ തന്നെ മാണി സി കാപ്പൻ ഇവിടേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരു അനുനയ നീക്കം, രണ്ടുപേരെയും കൂടി ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം അവർ തമ്മിൽ ഒരു ടൈം പങ്കിടല്ലേ അമലെ, ഈ രണ്ടുപേരിപ്പം മാണി സി കാപ്പൻ വന്നപ്പം അനൂപ് ജേക്കബ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരെയും കൂടി ഇരുത്തിക്കൊണ്ട് നിങ്ങളൊരു ധാരണയിലേക്ക് എത്തും. 2.5 വർഷം നമുക്ക് അടുത്ത നിമിഷങ്ങളുടെ പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തർക്കും കോളുകൾ ചെല്ലുകയാണ്. അപ്പോൾ അവരുടെ ക്രമം അനുസരിച്ച് ഘടകകക്ഷി നേതാക്കൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ചർച്ചകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അവർക്ക് എന്ത് പരിഗണന നൽകും എന്നതൊക്കെ നമുക്ക് കാത്തിരിക്കാം.